നല്ലവനായ ദൈവത്തിന് സ്തോത്രം. വല്ലഭനായ നമ്മുടെ കർത്താവിന് മഹത്വം. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ മാർത്തോമാ സഭയിലായിരുന്നു എൻ്റെ ബാല്യകാലം ചിലവഴിച്ചത്. അവിടെ മാർത്തോമാ സഭയിലെ ആരാധനയിൽ ഒരു പ്രധാന ഭാഗമാണ്, മാർത്തോമായിലെ മാത്രമല്ല ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ള പട്ടത്വ സഭകളിലെ ആരാധനയിൽ ഒരു പ്രധാന ഭാഗമാണ് ദൈവത്തെ വാഴ്ത്തുക എന്നുള്ളത്. ബലവാനേ നീ പരിശുദ്ധനാകുന്നു എന്നിങ്ങനെ ദൈവത്തെ വാഴ്ത്തുന്ന ഒരു ഭാഗമുണ്ട്. ആരാധനയിലെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വസ്തുതയാണ്. ദൈവം ആരാണെന്ന് ദൈവത്തോട് പറയുന്നു. ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട അംശമാണത്. കൺഫസിങ് ടു ഗാഡ് വാട്ട് ഹി ഈസ്, നോട്ട് വാട്ട് ഹി ഹാസ് ഡൺ ഫോർ us. അതുമുണ്ട്, പക്ഷേ അതും നമ്മുടെ പനി മാറ്റിയതും ചുമ മാറ്റിയതും ഒന്നുമല്ല. സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ. അപ്പോൾ ക്രൂശുമായി ബന്ധപ്പെട്ട ഉപകാരത്തെയാണ് ആരാധനയിൽ സ്മരിക്കുന്നത്. എഴുതി വെച്ചൊക്കെയുള്ള ലിറ്റർജിക്കലായിട്ടുള്ള എഴുതി വെച്ചൊക്കെയുള്ള ആരാധനയാണ് അവിടെയെങ്കിലും നമ്മുടെ ആരാധനകളിലേതുപോലെ, നമ്മുടെ പരസ്യാരാധനകളിലേതുപോലെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നത് അവിടങ്ങളിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ആ എഴുത്തുകളൊക്കെ, ആ ചൊല്ലുകളൊക്കെ പറയുന്നത്. നമ്മളാണെങ്കിൽ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത് മുതൽ ഭൗതികമായ സംഗതിയാണ്. ഇനിയും വന്നിരിക്കുന്നവര് ഒന്ന് മിണ്ടാതിരിക്കുകയാണെങ്കിൽ പറയും, വാ തുറക്ക, ഇവിടം വരെ കർത്താവ് കൊണ്ടുവന്നില്ലയോ, നിങ്ങളെപ്പോലെ എത്ര എണ്ണോ അതോ ICU കിടക്കുന്നു ഒക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചും ഒക്കെ പിന്നെയും സ്തുതിപ്പിക്കും. ഞാനിപ്പം ഇത്രയും പറഞ്ഞത്, ഞാൻ ആ തുടങ്ങിയ വാചകത്തെ കുറിച്ചൊന്ന് പറഞ്ഞത്, നല്ലവനായ ദൈവമെന്നും വല്ലഭനായ ദൈവമെന്നും. നമ്മുടെ ഇടയിലും ആ ഒരു പറച്ചിലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബൈബിൾ സ്കൂളിലൊക്കെ ഉള്ള ഒരു ടിപ്പണിയാണ്. ഇപ്പോഴൊക്കെ പിന്നെ എല്ലാ ഞായറാഴ്ചയും എല്ലാവരും ഒന്നും സാക്ഷ്യം പറയാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനല്ല, എല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം പറയും, ഓരോ പാട്ടും പാടിക്കൊണ്ട് എഴുന്നേക്കുന്നത്. ചില സഭകളിലൊക്കെ, ഞങ്ങൾ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒന്നുള്ള അവസരമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ പുറകെ ഇരിക്കുക. അപ്പൊ ചിലപ്പോൾ കാണാൻ ചില അമ്മച്ചിമാരൊക്കെ ഓടി സങ്കീർത്തന വായന കഴിയാറാകുമ്പോഴേക്കാണ് ഒരു ഓടി വരുന്നത്. ഓടി ഇവരകത്ത് കയറുമ്പോഴത്തേക്കിന് സാക്ഷ്യം തുടങ്ങിക്കഴിയും. അപ്പൊ പിന്നെ ഇരിക്കത്ത് പോലും ഇല്ല, ആ കൊട താഴോട്ട് വെച്ചിട്ട് ആ വന്ന വരവിൽ നിന്നോട്ടങ്ങ് സാക്ഷി പറയുമ്പം തിരിയുന്നത് ഇങ്ങനെ, ദൈവം വല്ലവനും നല്ലവനുമായിരുന്നു. അപ്പൊ വല്ലഭനും നല്ലവനും എന്നുള്ളത് പറഞ്ഞു വരുമ്പം ഇങ്ങനെ അങ്ങ് ആയിപ്പോവും. ഇപ്പം ബൈബിൾ സ്കൂളിൽ ഒരു പറച്ചിലുണ്ട്, ദൈവം വല്ലോനും നല്ലവനായിരുന്നു. അതല്ല നാം ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ, ദൈവത്തെ പരസ്യാരാധനയിൽ ആരാധിക്കുന്നതിൻ്റെ ഒരു കാതലായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ലവനായ ദൈവം, വല്ലഭനായ ദൈവം. വല്ലഭൻ മീൻസ് സർവശക്തൻ, സർവശക്തൻ, ഓൾമൈറ്റി. ഇത് രണ്ടും പ്രധാനമായും സ്വർഗീയ ആരാധനയുടെ ഭാഗങ്ങളാണ്. സ്തോത്രം. ദൈവമേ നീ നല്ലവൻ,
പരിശുദ്ധൻ എന്ന് ഒരിടത്ത്, ദൈവമേ അങ്ങയുടെ വല്ലഭത്വം വലുത്, വല്ലഭൻ എന്ന മറുഭാഗത്ത്. സ്വർഗത്തിലുമുള്ള ആരാധനയുടെ പ്രധാനപ്പെട്ട 2 കോറസുകളാണിത്. സ്തോത്രം. നാമും അങ്ങനെ തന്നെ നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ആഴ്ചയുടെ അവസാനത്തെ ദിവസം നാം ഒരുമിച്ച് വീണ്ടും കൂടി വന്നിരിക്കുന്നു. കർത്താവ് അതാതിടങ്ങളിൽ ഈ ദിവസം വരെ, ഈ നിമിഷം വരെ നമ്മെ കാത്തു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നമ്മുടെയൊക്കെ പ്രാദേശിക സഭകളിൽ അനുഗ്രഹീതമായ ആത്മീയ സംഗമങ്ങൾ നമുക്ക് നൽകപ്പെടുമാറാകട്ടെ. ഉത്സാഹത്തോടെ നമുക്ക് സഭായോഗങ്ങളിൽ സംബന്ധിപ്പാനും കർത്താവിനെ മഹത്വീകരിപ്പാനും മറ്റുള്ളവർക്ക് ആത്മീയ വർധനവിന് നമ്മൾ കാരണക്കാരാകുവാനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയാം. വെളിപ്പാട് പുസ്തകം അവസാനത്തെ 2 അധ്യായങ്ങൾ. സ്തോത്രം. ആ അധ്യായങ്ങൾ നമുക്ക് വേഗം തീർക്കാമെന്നാണ് കരുതുന്നത്. കാരണം ഇന്നലെ പറഞ്ഞതുപോലെ നിത്യതയെക്കുറിച്ചായതുകൊണ്ട് ഒത്തിരിയൊന്നും അതിൽ വിവരിക്കുവാനായിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, സമയത്തിനകത്ത് ചുരുങ്ങിക്കഴിയുന്ന നമുക്ക് സമയത്തിനു പുറത്തുള്ള നിത്യതയെക്കുറിച്ച് വലുതായിട്ടൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിത്യതയെ സംബന്ധിച്ച ഒത്തിരി കാര്യങ്ങളൊന്നും ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ നിത്യത ഉണ്ട് എന്ന് വിശ്വസിക്കത്തക്കതുപോലെ ദൈവം നമ്മെ ആ കാര്യം അറിയിച്ചു തന്നിരിക്കുന്നു. കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് മാത്രം. അതിലൽപ്പ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നതുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 2 അധ്യായങ്ങൾ നമുക്ക്, അധ്യായങ്ങൾ 2 എണ്ണം ഉണ്ടെങ്കിലും വേഗത്തിൽ ഒരു പക്ഷേ തീർക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് നിത്യത. സ്തോത്രം. കാലം കഴിയുന്നു, സമയം കഴിയുന്നു, നിത്യത ആരംഭിക്കുന്നു. അതേക്കുറിച്ചായിരുന്നല്ലോ. അപ്പോൾ നിത്യത എന്ന് പറഞ്ഞാൽ അതിനെ മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദ ടൈം ഓഫ് ഗോഡ്. മനുഷ്യന്റെ സമയം നമ്മളിപ്പോൾ അളക്കുന്ന സമയമാണ്, കാലമാണ്. എന്നാൽ നിത്യത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ടൈം ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സമയം, ഓർ ദ ടൈമിംഗ് ഓഫ് ഗാഡ് എന്ന് നമുക്കതിനെ വിളിക്കാനായിട്ട് സാധിക്കും. സ്തോത്രം. ടൈമിംഗ്. പല പ്രയോഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ അതേപ്പറ്റി കാണുവാനായിട്ട് സാധിക്കും. ഇറ്റ്സ് ഗാഡ്സ് ടൈം, ഓർ ഗാഡ്സ് കലണ്ടർ, ഓർ ഗാഡ്സ് ക്ലോക്ക്. ദൈവത്തിൻ്റെ വാച്ച്, ഘടികാരം, കലണ്ടർ, ദൈവത്തിൻ്റെ സമയം അല്ലെങ്കിൽ കാലം എന്നൊക്കെ നമുക്കതിനെ മനസ്സിലാക്കാം. നമ്മുടേതല്ല. എന്നാലും നമുക്ക് ആ സമയം എന്ന ഒരു പ്രയോഗം കൊണ്ട് മാത്രമേ സമയമില്ലാത്ത ആ സമയത്തെക്കുറിച്ച് അറിയാൻ പറ്റുമെന്നുള്ളൂ. ഓക്കെ. കാലമില്ലാത്ത ആ കാലത്തെക്കുറിച്ച്, സമയം ഇല്ലാത്ത ആ സമയത്തെക്കുറിച്ച് നമുക്ക് സമയമെന്ന കാലമെന്ന പ്രയോഗം കൂടാതെ പറയാനോ മനസ്സിലാക്കാനോ ചിലപ്പോൾ സാധിക്കില്ല. സ്തോത്രം. എന്നാലും അതെന്തല്ല, സമയമോ കാലമോ അല്ല, കാലാതീതമായ, ചരിത്രാതീതമായ, സമയാതീതമായ ഒരു അവസ്ഥയാണ്. സ്തോത്രം.
അതേപ്പറ്റി നമ്മൾ കാണുകയുണ്ടായി. ദൈവത്തിന്റെ വചനത്തിൽ ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നാം കാണുന്നുണ്ട്. സ്തോത്രം. ആദി, അനാദി, അനന്തം, നിത്യം, ശാശ്വതം, നിലനിൽക്കുന്നത്, എന്നേക്കും, എന്നേക്കും, ഇങ്ങനെയൊക്കെ ഉള്ള പ്രയോഗങ്ങൾ നമുക്ക് ബൈബിളിലുണ്ട്. സ്തോത്രം. കൂടെ വരുന്നുണ്ടല്ലോ. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ആദ്യം, അല്ലെങ്കിൽ ആദി, അനാദി, അനന്തം, അവസാനിക്കാത്തത്, നിലനിൽക്കുന്നത്, ശാശ്വതം, എന്നും എന്നേക്കും ഉള്ളത്, നശിച്ചു പോകാത്തത് എന്നൊക്കെയുള്ള വിവിധ പ്രയോഗങ്ങൾ നമുക്ക് തിരുവെഴുത്തിലുണ്ട്. പഴയ പുതിയ നിയമങ്ങളിൽ നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുവാനായിട്ടും സാധിക്കും. നമ്മൾ നേരത്തെ കണ്ടു, ഈ നിത്യം അല്ലെങ്കിൽ നിത്യത, കുറെ കൂടെ ശരിയായിട്ട് പറഞ്ഞാൽ സനാതനം. സനാതനം അത് കാലത്തിനു മുമ്പ് മുതൽ കാലത്തിന് ശേഷം വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. സ്തോത്രം. ഈ സനാതനം, ഇംഗ്ലീഷിലെ ഇറ്റേണിറ്റി എന്നുള്ളതിന് ആദിയുമില്ല, അവസാനവുമില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ട്രിനിറ്റിയെ കുറിച്ച് പഠിച്ചപ്പോഴായിരുന്നു ഒരു ചെറിയ പടം വരച്ച് ഞാൻ അന്ന് സ്ക്രീനിൽ കാണിച്ചിരുന്നു. ആദി ഇല്ലാതെ, അവസാനമില്ലാതെ, ആദ്യന്തമില്ലാതെ നീണ്ടു കിടക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ നിത്യം അഥവാ ഇറ്റേണൽ എന്ന് വിളിക്കുന്നത്. ഇറ്റേണൽ ഈസ് വിതൗട്ട് എ ബിഗിനിങ് ആൻഡ് വിതൗട്ട് ആൻ എൻഡിങ്. നോ ബിഗിനിങ്, നോ എൻഡ്. ആദ്യവും അന്തവും ഇല്ലാത്തത്. എന്നാൽ വാട്ട് ഡിഡ് ഗോഡ് ഡു? ദൈവം എന്താ ചെയ്തത്? ആദ്യന്തമില്ലാത്ത ആ സനാതനത്വത്തെ, ആ നിത്യതയെ ദൈവം വെട്ടിമുറിച്ച് രണ്ട് കഷണങ്ങളാക്കി. അതിൽ ആദ്യത്തെ കഷണത്തിന്, ആദ്യത്തെ പീസിന് എന്ത് പേരിട്ടു? അല്ലെങ്കിൽ എന്ത് പേരിൽ നമ്മൾ അതിനെ വിളിക്കുന്നു? പാസ്റ്റ് ഇറ്റേണിറ്റി. പാസ്റ്റ് ഇറ്റേണിറ്റി. മലയാളത്തിൽ അനാദി. രണ്ടാമത്തെ പീസിനെ, രണ്ടാമത്തെ ആ കഷണത്തെ നിങ്ങളൊന്ന് കൂടെ വന്നാൽ മതി. ഫ്യൂച്ചർ ഇറ്റേണിറ്റി. സ്തോത്രം. അനന്തത, ഫ്യൂച്ചർ ഇറ്റേണിറ്റി. വരാനുള്ള ലോകമെന്നും നിത്യതയെന്നും ഒക്കെ വിളിക്കുന്നു. സോ ദിസ് beginningless and the endless eternity, God cut it into two pieces, past eternity and the future eternity. എന്തിനാ ഇതിനെ വെട്ടിമുറിച്ച് രണ്ട് പീസ്, രണ്ട് കഷണമാക്കിയത്? എന്തിനാ? യെസ്. ആ രണ്ട് കഷണങ്ങൾക്കിടയിലേക്ക്
ഒരു ചെറിയ ആപ്പ് ഇന്നത്തെ ടെക്നോളജിക്കൽ ആപ്പ് അല്ല, നമ്മുടെ പഴയ കുന്താലിയുടെയും മമ്മട്ടിയുടെയും ഒക്കെ ഉറപ്പിക്കുന്ന ആപ്പ്, ഒരു കൊച്ച ആപ്പ് കഷണം ഈ രണ്ട് കഷണങ്ങൾക്ക്, ഈ രണ്ട് പീസുകൾക്കിടയിലേക്ക് തിരികെ വെച്ചു. ആ തിരികെ വെച്ച ആപ്പ് കഷണത്തിന്റെ പേരാണ് സമയം അഥവാ കാലം. അപ്പൊ സമയം അഥവാ കാലം കൊണ്ട് നിത്യതയെ ദൈവം രണ്ട് തട്ടുകളാക്കി, രണ്ട് വശങ്ങളിലേക്ക് അല്പമൊന്ന് മാറ്റി തിക്കി വെച്ചു. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞകാല നിത്യതയ്ക്ക് എന്തില്ല? ആദിയില്ല, തുടക്കമില്ല. വരും കാല നിത്യതയ്ക്ക് എന്തില്ല? അവസാനമില്ല, അന്തമില്ല. എന്നാൽ ആദിയില്ലാത്ത കഴിഞ്ഞകാല നിത്യതയ്ക്ക് എന്തുണ്ട്? അവസാനമുണ്ട്. അവസാനമില്ലാത്ത വരും കാല നിത്യതയ്ക്ക് ഒരു ആരംഭവുമുണ്ട്. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഇത് രണ്ടാം തവണയാണ് നമ്മൾ നമ്മുടെ ഇടയിൽ പറയുന്നത്. അപ്പോൾ അനാദിയുടെ അവസാനത്തിന്റെ പേരാണ് ആദി. അനന്തതയുടെ ആരംഭത്തിന്റെ പേരാണ് അന്തം അല്ലെങ്കിൽ അവസാനം. കൺഫ്യൂസ് ആയില്ലല്ലോ? സ്തോത്രം. Little bit, Pastor. Could you please repeat it? So we have seen that eternity is without beginning and end. But God cut this eternity into two pieces. And the first piece is the past eternity or the beginningless. And the second piece is future eternity or the endless. So the beginningless and the endless. Anadi, Anandam. What did God put in between? In between these two pieces of two eternities, God put time. So with the piece of time, God separated eternity into two: past eternity, the beginningless, and the future eternity, the endless. The past eternity doesn't have a beginning, but it has an end. And the future eternity doesn't have an end, but it has a beginning. The end of the past eternity is the beginning of time, and the beginning of the future eternity is the end of time. So we are now living at the last moments of end time. End time. മനസ്സിലായോ? അനാദി മുതൽ അനന്തത വരെ നീണ്ടു കിടക്കുന്ന, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത
ഇല്ലാത്ത ഒരു കാര്യമാണ് നിത്യത. അതാണ് യഥാർത്ഥത്തിലെ നിത്യത, അനാദിയായും ശാശ്വതമായും ഉള്ളത്. എന്നാൽ ദൈവം ഈ നിത്യതയെ 2 കഷണങ്ങളാക്കിയിട്ട് ഈ മുറിയപ്പെട്ട ഇടയിലേക്ക് സമയത്തെ തിരികെ കയറ്റി വെച്ചു. ആ നിത്യതയുടെ ആദ്യത്തെ കഷണത്തിന് അനാദി എന്നും രണ്ടാമത്തേതിന് അനന്തത എന്നും പേർ വിളിക്കുന്നു. മുൻകാല നിത്യത, കഴിഞ്ഞകാല നിത്യത എന്നൊക്കെ വിളിക്കപ്പെടുന്ന അനാദിക്ക് ആദിയില്ലെങ്കിലും അതിനെന്തുണ്ട്? ഒരു അവസാനമുണ്ട്. അനാദിയുടെ അവസാനത്തിന്റെ പേരാണ് സമയത്തിന്റെ ആദി. സമയത്തിന്റെ ആദി. വരുംകാല നിത്യതയ്ക്ക് അവസാനമില്ല, പക്ഷേ അതിനൊരു തുടക്കമുണ്ട്. ആ വരുംകാല അനന്ത നിത്യതയുടെ തുടക്കത്തിന്റെ പേരാണ് സമയത്തിന്റെ അവസാനം, അല്ലെങ്കിൽ സമയത്തിന്റെ അന്ത്യം, അല്ലെങ്കിൽ കാലത്തിന്റെ അന്തം. സ്തോത്രം. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ താമസിക്കുന്നു, എവിടെ ജീവിക്കുന്നു? കാലത്തിന്റെ ഒടുവിൽ, കാലത്തിന്റെ അന്ത്യത്തിൽ, അന്ത്യകാലത്തിൽ നമ്മൾ താമസിക്കുകയാണ്. സ്തോത്രം. ഇനിയും എത്രയും പെട്ടെന്ന് എന്താരംഭിക്കാറായി? അനന്തത ആരംഭിക്കാറായി. Now, very soon, the endless eternity, the future eternity will begin. That is our hope. നമ്മുടെ പ്രത്യാശ അതാണ്. ആ നിത്യതയാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. അതിനെക്കുറിച്ചാണ് ഈ 2 അധ്യായങ്ങളിൽ നാം കാണുന്നത്. സ്തോത്രം. 21 22 അധ്യായങ്ങളിൽ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇനിയും കാലം ഉണ്ടാവുകയില്ല, ഇനിയും സമയം ഉണ്ടാവുകയില്ല. സ്തോത്രം. നമ്മളത് ഇതിനു മുമ്പ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. സ്തോത്രം. പഠിക്കുകയുണ്ടായി. അതുകൊണ്ടും ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. സ്തോത്രം. അതുകൊണ്ടും കൂടെയാണ് ഈ വരുവാൻ ക്രിസ്തു സ്ഥാപിപ്പാനിരിക്കുന്ന ഈ നിത്യരാജ്യത്തിൽ സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ ഇല്ലാതിരിക്കുന്നത്. സ്തോത്രം. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? കാലനിർണയത്തിനായി. കാലനിർണയങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുവല്ലോ. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അതേ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനാണ് ദൈവം ഈ വാനഗോളങ്ങളെ സൃഷ്ടിച്ചത് എന്ന്. സ്തോത്രം. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 14 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. സ്തോത്രം. അതിൻ്റെ 15 16 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ ആദ്യം. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിതാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു.
അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിതാനത്തിൽ നിർത്തി. ദൈവം സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ ഇവിടെ സൃഷ്ടിക്കുന്നു. എന്നാൽ നാം വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, രാത്രി അവിടെ ഇല്ലല്ലോ. അപ്പൊ രാത്രിയും പകലും പ്രകാശിക്കേണ്ടതിന് ഇവയെ ആക്കി വെച്ചു. മറ്റൊരു ലക്ഷ്യമാണ് അതിന് തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 14-ാമത്തെ വാക്യം. 14-ാമത്തെ വാക്യം. ഉൽപ്പത്തി 1-ന്റെ അല്ലേ? ഉൽപ്പത്തി 15-16 വായിച്ചത്. പകലും രാവും തമ്മിൽ വേർതിരിക്കുവാൻ ആകാശവിതാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാവട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. കണ്ടോ? ആകാശവിതാനത്തിൽ പകലു വാഴുവാനും രാത്രി വാഴുവാനുമായി രണ്ട് വലിയ വെളിച്ചങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ ഉണ്ടാക്കി. എന്നാൽ കർത്താവ് സ്ഥാപിക്കുന്ന വരുംകാല നിത്യതയിൽ രാവും പകലും എന്ന വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ഇവയുടെ ആവശ്യം അവിടെ ഇല്ല. ഇതിന്റെ മറ്റൊരു ലക്ഷ്യമാണ് 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവ അടയാളങ്ങളായി കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനായും ഉതകട്ടെ. എന്ന് വെച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമയം. കാലം എന്ന് വെച്ചാൽ സമയം. അപ്പൊ സമയം തിരിച്ചറിഞ്ഞാലേ പിന്നെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും സംവത്സരങ്ങളും ഋതുക്കളും ഒക്കെ തിരിച്ചറിയേണ്ടതായിട്ട് വരെയുള്ളൂ. എന്നാൽ വരുവാനുള്ള നിത്യതയിൽ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഇല്ലാതിരിക്കുന്നതിന് കാരണം മനസ്സിലായല്ലോ. സ്തോത്രം. വെളിപ്പാട് 21-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, 21-23 റെവലേഷൻ. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. സ്തോത്രം. 25. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. സ്തോത്രം. പകൽ രാത്രി എന്ന വ്യത്യാസം അവിടെ ഇല്ല, അവിടെ പകല് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ സൂര്യനേക്കാൾ ഏറെ തേജസ്സോടെ നമ്മുടെ കർത്താവ് അവിടെ ശോഭിക്കുന്നത് കൊണ്ട് ഇപ്പോഴത്തെ സൂര്യന്റെ ആവശ്യം അവിടെ ഇല്ല. മലാഖിയിൽ നമ്മൾ വായിച്ചു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 4-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നീതി സൂര്യനായിട്ട് രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. So here in Genesis 1:13 following, especially 14 following, the purpose of sun, moon and stars, they are the signs to discern or to know time, days, weeks, months, years, and also to brighten the day and lighten the night. Okay? To brighten the day and to lighten the night.
But now in Revelation 21, 23, 25, we saw that there in the eternity future, no nights. Christ himself will remain the light and sun there. And therefore, in the future eternity, there won't be the suns, moons, or stars. Also, there is no need to differentiate between time, days, seasons, and all. That means there is no time in eternity. No time in the measure of man. ഇന്ന് മനുഷ്യന്റെ കണക്കനുസരിച്ചുള്ള സമയം അവിടെ ഉണ്ടാവില്ല. ദൈവത്തിന്റെ സമയമേ കാണൂ. ദൈവത്തിന്റെ സമയത്തെ തിരുവെഴുത്ത് വിളിക്കുന്നത് ഇറ്റേണിറ്റി എന്നാണ്. ഇറ്റേണിറ്റി എന്നാണ്. സ്തോത്രം. So the Bible speaks about eternity and ascribing this eternity to God and God alone. വേദപുസ്തകം ഈ നിത്യത്വം ദൈവത്തിന് മാത്രമാണ് നൽകുന്നത്. ദൈവത്തിന് മാത്രമാണ് നൽകുന്നത്. Also, everything pertaining to God, as some of you were telling yesterday or day before yesterday, attributes of God. Yes, please see Jeremiah 10 verse 10. ഇരമ്യാവ് 10:10 നോക്കിക്കാട്ടെ. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവന്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു, ജാതികൾക്ക് അവന്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയുമില്ല. ശാശ്വത രാജാവ്. ശാശ്വത രാജാവ്. അപ്പൊ ശാശ്വതം എന്ന് പറഞ്ഞാൽ നിത്യം. ഇംഗ്ലീഷിലോ? Everlasting King. Yahweh, the Lord, is the everlasting King. That's why Psalms 91 and 2 says, our God is everlasting to everlasting. അപ്പൊ ദൈവം ശാശ്വതനാണ്. യെശയ്യാ 40-ാം അധ്യായം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ പാട്ടും പാടാറുണ്ട്. നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം. സ്തോത്രം. So God is eternal. So this eternity, Bible ascribes to God, and also to divine attributes, as some of you said already. നിങ്ങൾ ചിലര് മിനിയാനാണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ ഈ നിത്യത്വം അല്ലെങ്കിൽ നിത്യത വേദപുസ്തകം ദൈവത്തിന് മാത്രമാണ് നൽകുന്നത്. കൂടാതെ ദൈവത്തിന്റെ സ്വഭാവത്തിനും ഈ നിത്യത്വം കൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ സ്വഭാവം, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗാഡ്, അതും നമ്മൾ ട്രിനിറ്റി പഠിച്ച സമയത്ത് പഠിച്ചതാണ്. അതും ആവർത്തിക്കുന്നില്ല. ജസ്റ്റ് യു ക്യാൻ സീ എസ്ര 3:11. എസ്ര 3:11. എസ്ര 3:11 വാക്യം. അവൻ യഹോവയെ, അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്ത് ഘോഷിച്ചു. ദൈവത്തിന്റെ സ്വഭാവം സങ്കീർത്തനങ്ങളിലൊക്കെ ആവർത്തിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും യിരെമ്യാവ് പറയുന്നത്, ഞാൻ നിന്നെ
ഞാൻ നിന്നെ Loved you with an everlasting love. everlasting love. I have loved you with an everlasting love. ഞാൻ നിന്നെ നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്നു. ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവങ്ങളും എല്ലാം നിത്യമാണ്. Because God is eternal, all of his attributes also are eternal. സ്തോത്രം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ദയയെക്കുറിച്ചൊക്കെ കണ്ടു. അത് ശാശ്വതമാണ്, അത് നിത്യമാണ്. സാം 119:142, 119 സങ്കീർത്തനത്തിന്റെ 142 വാക്യം. 119:142. നിന്റെ നീതി ശാശ്വത നീതിയും നിന്റെ ന്യായപ്രമാണം സത്യവുമാകുന്നു. ശാശ്വത നീതി. അപ്പം ദയ, സ്നേഹം, നീതി എന്നിവയെ കുറിച്ച് കണ്ടല്ലോ. ഇതുപോലെ ദൈവത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ശാശ്വതമാണ്. അപ്പോൾ നിത്യമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവങ്ങൾ. ബൈബിൾ സേസ് ഗാഡ് and everything pertaining to God. That means the attributes, they also are eternal. They also are eternal. Praise God. പിന്നെ ദൈവത്തിന്റെ ഉടമ്പടിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ശാശ്വത നിയമം, അതൊക്കെ പിന്നെ കർത്താവ് നമ്മോട് ചെയ്ത കാര്യങ്ങൾ. അങ്ങനെയും പോകുന്നു. എന്നാൽ നമുക്കിവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതാണ്: ദൈവത്തിന്റെ ആസ്തികത, ദൈവത്തിന്റെ അസ്തിത്വം, ദൈവത്തിന്റെ ആളത്വം, ദൈവത്തിന്റെ സ്വഭാവം, ഇതെല്ലാം നിത്യമായതാണ്. സ്തോത്രം. അങ്ങനെ പുതിയ നിയമത്തിൽ തന്നെ ദൈവത്തിന്റെ നിത്യത്വത്തെ വെളിപ്പെടുത്തുന്ന വിശേഷണങ്ങൾ ഏതാണ്ട് 70ഓളം പ്രാവശ്യം കാണാം. Some about 70 times the New Testament itself speaks about the eternity of God. അതിൽ ചിലതാണ് നമ്മളിപ്പോൾ പഴയ നിയമത്തിന്റെ കാര്യമായിട്ട് കണ്ടത്. നോക്കിക്കൊള്ളൂ, പുതിയ നിയമത്തിൽ റോമൻസ് ചാപ്റ്റർ 16:24, റോമർ 16:24 നോക്കിക്കാട്ടെ. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ ദൈവത്തെ അവിടെ നിത്യദൈവം എന്ന് വിളിക്കുന്നു. സ്തോത്രം. എന്നിട്ട് നമ്മുടെ കാണുന്നത് സകല കാലത്തിനും മുമ്പേ ക്രിസ്തുവേശുവിൽ മറഞ്ഞിരുന്ന, സകല കാലത്തിനും മുമ്പേ. സ്തോത്രം. 2 തിമോത്തിയോസ് 1:9 വാക്യം. 2 Timothy 1:9. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ഇപ്പൊ റോമാലേഖനത്തിൽ നമ്മൾ കണ്ടു നിത്യദൈവം. തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ പൗലോസ് ഇപ്പൊ ഇവിടെ പറഞ്ഞു സകല കാലത്തിനും മുമ്പേ. അങ്ങനെ ധാരാളം പ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിനെ എബ്രായ ലേഖനം 9 അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ വിളിക്കുന്നത് നിത്യാത്മാവെന്നാണ്. ഹീബ്രൂസ് 9:14 addresses the Holy Spirit, the eternal spirit, നിത്യാത്മാവെന്ന് വിളിക്കുന്നു. സ്തോത്രം.
നിത്യാത്മാവ്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം പ്രയോഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് നിത്യരക്ഷയെന്നും വീണ്ടെടുപ്പിനെ കുറിച്ച് എബ്രായർ തന്നെ 9:12 വാക്യത്തിൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, our redemption is everlasting redemption, Hebrews 9:12. So in this manner, at least 70 times New Testament speaks about eternal things for God, for Christ, the Holy Spirit, and everything God does, including his attributes. അപ്പോൾ ദൈവം നിത്യനാണ്. ദൈവിക സ്വഭാവങ്ങളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയും ഒക്കെയും നിത്യമാണ് എന്ന്, അല്ലെങ്കിൽ യുഗായുഗങ്ങൾ നിൽക്കുന്നതാണ് എന്ന് നാം കാണുന്നു. സ്തോത്രം. ഓക്കെ, Romans 16:24 was the reference we read. മറ്റ് ചില റെഫറൻസുകൾ കൂടെ പറഞ്ഞത് എബ്രായ ലേഖനം 9:12, Hebrews 9:12-14, 2 Timothy chapter 1:9. Also, we can see Galatians 1:5, ഗലാത്യർ 1:5. അങ്ങനെ വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. 70ഓളം റെഫറൻസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സ്തോത്രം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, സംശയങ്ങളുണ്ടോ? Any questions? ശരി, ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് വീണ്ടും മുൻപോട്ട് പോകാം. നമ്മൾ ഇന്നലെയും നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും മാറിപ്പോകുന്നു, സമുദ്രമില്ലാതെയാകുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചു സൂര്യചന്ദ്രന്മാരും ഒന്നും ഇല്ലാതെയാകുന്നു. അപ്പോ ഇപ്പോഴുള്ള യൂണിവേഴ്സ്, പ്രപഞ്ചത്തിലെ പല സൃഷ്ടികളും അന്ന് കാണില്ല. ഇപ്പോഴുള്ളതിന് മുഴുവനും കർത്താവ് മാറ്റം വരുത്തും. കാരണം നമ്മൾ കണ്ടു, ഇതെല്ലാം പാപത്താൽ മലിനപ്പെട്ടു. സ്തോത്രം. പാപത്താൽ മലിനപ്പെട്ടു. We have seen the present universe will be no more. Everything will pass away. The key reason was, first of all, this universe is perverted and polluted, or it has become abominable because of the presence of Satan and his angels, and also the sinful human beings. ഇപ്പോഴുള്ള പ്രപഞ്ചത്തിന് മാറ്റം വരുത്താനുള്ള കാരണം, ഒന്ന്, സാത്താന്റെയും അവന്റെ ദൂതന്മാരുടെയും അവനെ അനുസരിക്കുന്ന പാപികളായ മനുഷ്യരുടെയും സാന്നിധ്യം കൊണ്ട് പങ്കിലമായ, പാപമയമായ, അശുദ്ധമായ ഒരു ലോകമാണിത്. This world, this earth, even other planets are perverted, polluted,
became unclean because of the presence of Satan, his angels, and sinful men. Second reason, it has become abominable due to shedding of righteous blood, beginning from that of Abel and it passed on through the shedding of the precious blood of the Lamb of God, the unblemished, the sinless Lamb of God. രണ്ടാമത് നമ്മൾ കണ്ടത് ഹാബേല് തുടങ്ങി ദൈവത്തിന്റെ കുഞ്ഞാടായ പാപമില്ലാത്ത സ്തോത്രം, പാപമറിയാത്ത, പാപം ചെയ്യാത്ത ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ വരെ പുണ്യാഹ രക്തം ചൊരിയപ്പെട്ട, അല്ലെങ്കിൽ ആ രക്തം കുടിച്ച ഭൂമിയാണിത്. സ്തോത്രം. And the third one, this world was the very scenario for all types of unclean things, all sorts of sins, abominations. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഇത് നശിപ്പിക്കപ്പെടുന്നതിനുള്ള മൂന്നാമത്തെ കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെന്നാൽ സകലവിധത്തിലുള്ള മ്ലേച്ഛതകളുടെയും വിളനിലമായിരുന്നു ഈ ലോകം. ഇവിടെ എന്ത് മ്ലേച്ഛതയാ നടക്കാഞ്ഞത്? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് കൂടി വരികയുള്ളൂ. ഇനിയും അത് കൂടി വരികയുള്ളൂ. ഈ ഒടുവിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇനിയും വർദ്ധിക്കും. അന്ത്യകാലം അടുക്കും തോറും, കർത്താവിന്റെ നിത്യതയോട് നാം അടുക്കും തോറും, ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തും തോറും ഒടുവിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വർദ്ധിതമായിട്ട് സംഭവിക്കും. കഴിഞ്ഞ 1-2 ആഴ്ചകളായി ഞങ്ങളുടെ ചെറിയ ആട്ടിൻകൂട്ടത്തിൽ ചിന്തിച്ചു വരുന്ന വിഷയമാണ്. We have been discussing the same thing in our little local church for a couple of days past. That as we approach to the eternity of God, as we approach to the end time, we can see immeasurable increasing of two things. One, persecution of the saints, and second one, an alarming increase of transgressions, sinfulness. നാം ദൈവത്തിന്റെ നിത്യതയോട് അടുക്കും തോറും, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കും തോറും വളരെയധികമായി കൂടിക്കാണുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവജനത്തിന്റെ പീഡകൾ, ഉപദ്രവങ്ങൾ. സ്തോത്രം. ഉപദ്രവങ്ങൾ. 1 പത്രോസ് 5-ാമത്തെ അധ്യായത്തിൽ ആ കാര്യം പത്രോസ് പറയുന്നു. പീഡകൾ വർദ്ധിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ നിത്യരാജ്യ സ്ഥാപനത്തിനുള്ള ഒരു ലക്ഷണമാണെന്ന്. 1 പത്രോസ്
5-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 1 Peter 5:9. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. സ്തോത്രം. അങ്ങനെയായാൽ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. സ്തോത്രം. ഇപ്പൊ ലോകത്തിൽ നിങ്ങളുടെ സഹോദരവർഗങ്ങൾക്ക് ആവക കഷ്ടപ്പാടുകൾ തികഞ്ഞു വരുന്നു. The persecution, an increased level of persecution is a sign that we are approaching the end time. Another thing, I think we read yesterday also. ഇന്നലെയും നമ്മളത് വായിച്ചു. മത്തായി 24-12 വാക്യത്തിൽ നിന്ന് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. ഇൻക്രീസ് ഓഫ് ട്രാൻസ്ഗ്രഷൻ, സിൻഫുൾനെസ്. ഇന്ന് പാപം പെരുകുകയല്ലേ? നമ്മൾ മിക്കപ്പോഴും പറയുന്നത് പോലെ sin is increasing and also it is being legalized today. പാപത്തെ ഇന്ന് നിയമ പരിരക്ഷയുള്ളതാക്കി തീർക്കുന്നു. അങ്ങനെ പാപം വർദ്ധിക്കുകയാണ്. പാപത്തിന്റെ പെരുപ്പം. അപ്പൊ ഇങ്ങനെ പാപം പെരുകി പെരുകി ഭൂമിക്ക് താങ്ങാനൊക്കാത്തതുപോലെ പാപം അങ്ങ് പെരുകും. സ്തോത്രം. നമ്മൾ കുറച്ചു നാൾ മുമ്പ് പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും മോശയുടെ പുസ്തകങ്ങളിൽ നിന്നും വായിച്ചായിരുന്നു, കണ്ടതാണ്, നിവാസികളെ ഛർദിക്കുന്ന ദേശം. ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലോട്ട് ഇപ്പൊ ചെന്നപ്പം അവരെ കൊണ്ടുപോകാൻ നേരം ദൈവം അവർക്ക് കൊടുത്തൊരു വാണിംഗ് ആണ്, ദൈവം അവർക്ക് കൊടുത്തൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ചെല്ലാൻ പോകുന്ന ദേശം എങ്ങനെയുള്ള ദേശമാണ്? നിവാസികളെ ഛർദിക്കുന്ന ദേശമാണ്. ഈവൻ ദിസ് non-living nation or the fields, because this is earth is non-living. This non-living geographical areas where we even live, they also has a limit of containing sin. If that sin becomes more, even that particular place can also just spit us out. നമ്മൾ താമസിക്കുന്ന നിർജീവമായ വീടോ നിർജീവ ദേശമോ പോലും മനുഷ്യന്റെ പാപത്തെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ആ വീടോ ആ ദേശമോ പോലും നമ്മെ തുപ്പിക്കളയും, ഉമിണ്ണുകളയും, ഛർദിച്ചു കളയും. ദൈവം കനാൻ നാട്ടിലെ മൂലവാസികളെ അവിടെ നിന്നും പറിച്ച് ഇസ്രായേലിനെ നടുന്നതിനുള്ള കാരണം അറിയാമല്ലോ. ആ ദേശക്കാരുടെ അകൃത്യം, പാപം. സ്തോത്രം. അത് വെച്ചുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, കനാന്യരെ നീക്കി നിങ്ങളെ അവിടേക്ക് കൊണ്ടുവരുന്നത് ആ ദേശം നിവാസികളെ ഛർദിച്ചു കളയുന്ന ദേശമായതുകൊണ്ടാ. അത് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും.
സ്തോത്രം. നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? പാപം, മ്ലേച്ഛത ചെയ്യരുത്. ഇതിപ്പോ ഈ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും വീണുപോയ ദൂതന്മാരുടെയും മനുഷ്യരുടെയും പാപം നിമിത്തം ഈ ഭൂമിക്ക് തന്നെ താങ്ങാൻ വഹിയാതെ വരുമ്പോൾ കർത്താവ് തന്റെ ക്രോധാഗ്നി കൊണ്ട് ഇതിനെ ശുദ്ധീകരിച്ച് പാപത്തിന്റെ സാന്നിധ്യമോ സാത്താന്റെ സാന്നിധ്യമോ ദുരാത്മാക്കളുടെ സാന്നിധ്യമോ ഇവയുടെ ഒന്നും പ്രവർത്തനമോ ഒന്നുമില്ലാത്ത ഒരു പുതിയ ആകാശഭൂമി സൃഷ്ടിക്കും. സ്തോത്രം. Got it? Beginning from the creation, this earth is moving and moving, heading to the maximum capacity of sinners and sinfulness. It will be increased day by day, and this earth itself will be struggling to contain the sin and the sinful men, and sin and Satan and his angels. And therefore this earth or this universe itself will just spit out or vomit out the sin and sinful people. Because of that creational rule, God will be dissolving and disintegrating this universe by fire, and will establish a new one where there won't be the presence of Satan, satanic spirits, sin, and sinful men. And that's why we say Christian salvation includes a separation or a deliverance from the very presence of sin. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രിസ്തീയ രക്ഷയുടെ ഒടുവിലത്തെ തലമാണ് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുമുള്ള വിമോചനം. നമുക്കിന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടി. പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് പ്രതിദിനം നാം മോചിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും കൊണ്ടും രക്ഷ പൂർണ്ണമാകുന്നില്ല. നാലാമതൊരു വശമാണ് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെയുള്ള വിടുതൽ. അത് കർത്താവ് സ്ഥാപിക്കുന്ന രാജ്യത്തിൽ മാത്രമേ, നിത്യരാജ്യത്തിൽ മാത്രമേ ഉള്ളൂ. So we have seen the 4 sides or angles of Christian salvation. A deliverance from the punishment, condemnation of sins that we already got through the cross of Christ. Second is the deliverance from the guilt of sin. That also happened when we approached the cross. We believed in him. And thirdly, every day we are getting released or delivered from the influence and power of sins. But the holistic salvation includes a 4th thing, that is a deliverance from the very presence of sin. That is possible only when Christ will establish his eternal kingdom by removing and renovating the present. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നത്
എപ്പോൾ മാത്രമേ കാണൂ? നമ്മുടെ കർത്താവ് പുതുവാന ഭൂമികൾ സ്ഥാപിച്ച് നിത്യരാജ്യത്വം സ്ഥാപിക്കുമ്പോൾ, ഇന്നുള്ളതിന് മാറ്റം വരുത്തിയ ശേഷം നിത്യത തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുടെ ആ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. അതിനുവേണ്ടിയാണ് ഇപ്പോഴുള്ള ആകാശത്തെ, ഭൂമിയെ, സമുദ്രങ്ങളെ, ആകാശഗോളങ്ങളെ ഒക്കെ മാറ്റിയിട്ട്, സ്തോത്രം, പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും സ്ഥാപിക്കുന്നത്. നമുക്കും ആ കർത്താവിനോട് കൂടെ പാപത്തിന്റെ സാന്നിധ്യം പോലുമില്ലാത്ത ആ പുതുവാന ഭൂമികളിലെ പുത്തനാം യെരൂശലേമിലേക്ക് എത്തി കർത്താവിനൊപ്പമായിരിക്കാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കുകയും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.